തമ്നയിലിൽ കണ്ട പോലെ ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂമാല ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് ബ്രോഡ്വേയിലെ മേത്തർ ബസാറിലാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്തും കിട്ടും. നമ്മൾ സാധാരണയായിട്ട് ഇവിടെ വരുന്നത് ക്രിസ്മസ് ടൈമിലാണ്. അന്നേരം ഇത് കാണാൻ തന്നെ നല്ല ചേലാണ്. ആ ടൈമിലൊക്കെ ഇവിടെ നല്ല റഷായിരിക്കും കേട്ടോ. സാധാരണ എല്ലാ ഓണത്തിനും നമ്മൾ ഒറിജിനൽ ഫ്ലവർ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത്തവണ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റും കട്ടറൊക്കെ തപ്പി ഞാൻ ഇറങ്ങിയതാണേ. വിചാരിച്ച പോലെ നമുക്കെല്ലാ സാധനങ്ങളും കിട്ടിയില്ല കേട്ടോ. കടയിലൊക്കെ സ്റ്റോക്ക് തീർന്നു പോയി. അപ്പം നമുക്ക് വൈറ്റ് ഫോം ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. പഞ്ചിങ് മെഷീൻ കിട്ടാത്ത കാരണം ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുത്തിരുന്ന് വരയാണ്. വരച്ച് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഞാൻ ഹീറ്റ് ചെയ്ത് നോക്കി. അതത്ര സക്സസ് ആയില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങിച്ചിട്ടോ. പഞ്ചിങ് മെഷീനും ഗമ്മൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഞാൻ ഫുള്ള് ഫ്ലവർ കട്ട് ചെയ്തെടുത്ത് ഇനി നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ക്രാഫ്റ്റ്, ആർട്ട്, DIYs എങ്ങനെ എന്ത് കാര്യം ചെയ്താലും അവനും കൂടണം കേട്ടോ. നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോകുമ്പോഴേ പറഞ്ഞിട്ട് പോകും, അമ്മ ഞാൻ വന്നിട്ടേ ചെയ്യാവുള്ളൂ, എന്നെ വെയിറ്റ് ചെയ്തിരിക്കണേന്ന്. അവൻ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മൾ ചെയ്യാൻ ഭയങ്കര സപ്പോർട്ടീവാണ്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ സെവൻ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. ഇത് നല്ല ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. ഒരുപാട് ടൈം എടുക്കട്ടോ ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ഈ റീൽസൊക്കെ കണ്ടുള്ള റെഫറൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് എത്ര ഹീറ്റ് വേണമെന്നോ എത്ര ടൈം പിടിച്ചുകൊണ്ടിരിക്കണമെന്നോ ഇതിന് എത്ര ടൈം എടുക്കുമെന്നൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിക്കിതിൻ്റെ കറക്റ്റ് എത്ര കൗണ്ട് വേണമെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ റീൽസിലൊക്കെ പറയുന്ന പോലെ ഒരു മുഴത്തിന് ഇത്ര കൗണ്ട് വേണം, എല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ ആയിരുന്നേ. ചിലതൊന്നും തികയത്തില്ല. പക്ഷേ ഇങ്ങനെ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേയൊക്കെ ഫെയിലായി പോകും. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം നമുക്ക് തന്നെ ഒരു പ്രൗഡ്. ശരിക്കും എനിക്ക് ഓണത്തിന് ഒറിജിനൽ ഫ്ലവർ വയ്ക്കുന്നതാണ് ഇഷ്ടം. എന്നാലും ഒന്നുണ്ടാക്കി നോക്കാം, ഇതുണ്ടാക്കി എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ അറിയാനൊരു ആകാംക്ഷ. ഇത് ഓണത്തിന് മാത്രമല്ല കേട്ടോ, എന്ത് പ്രോഗ്രാം വന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തീരുന്ന പരിപാടിയായിരിക്കും. പക്ഷേ ഒരു 5 മണിക്കൂർ എടുത്ത് 2 ദിവസം ഉറക്കവും കളഞ്ഞ് അതിന് കുറേ പൈസയും ചിലവാക്കിയിട്ടൊക്കെ ആയിരിക്കും ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മളായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അതിനു വേണ്ടി കുത്തിരുന്ന് ചെയ്യുന്നതാണ്. എൻ്റെ ആ വട്ടം അതുപോലെ ശതമാനം കിട്ടിയിട്ടുണ്ട്. എന്ത് പരിപാടി വന്നാലും അമ്മ അതുണ്ടാക്കാം ഇതുണ്ടാക്കാം എന്നും പറഞ്ഞപ്പോൾ അവൻ പുറകേന്ന് മാറത്തില്ല. ഒരു 100-120 ഫ്ലവേഴ്സോളം ഞാനിങ്ങനെ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തികയുമെന്നോ ഇത് കൂടുതലായി പോകുമെന്നോ ഇങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലായേ. ഈ ഫ്ലവേഴ്സിൻ്റെ പരിപാടി കഴിഞ്ഞ് അടുത്തത് സ്റ്റെമ്മിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയൊരു പോർഷനായി കട്ട് ചെയ്തെടുത്തു. എന്നിട്ടത് ഗം വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഒന്ന് ഉരുട്ടി കൊടുത്തേ. ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിലുള്ളൊരു എഫേർട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഈ 500-600 രൂപയ്ക്ക് ഒരു മുഴത്തിന് അത് കുറച്ച് കൂടുതലല്ലേ എന്ന്. പക്ഷേ ഇത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് ടൈം എടുത്ത് നല്ല എഫേർട്ട് ഇട്ടാണ് അവരത് കംപ്ലീറ്റ് ആക്കുന്നതെന്ന്. ബൾക്ക് ഓർഡേഴ്സൊക്കെ കിട്ടി ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടോ. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേണേ. ഞാനിപ്പോൾ ഈ കഷ്ടപ്പെടുന്നത് വെറും ഒരു മുഴം മുല്ലപ്പൂവിന് വേണ്ടിയിട്ടാട്ടോ. അത് തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട്. ശരിക്കും ഇത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണേ. ഇത് ചെയ്യാൻ താല്പര്യവും സമയമൊക്കെ ഉള്ളവർക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ അതുപോലെ ഇത് ചെയ്യാനുള്ളൊരു ക്ഷമ കൂടി വേണം കേട്ടോ. കുറേ നേരത്തെ ടൈം എടുത്ത് ഞാൻ എല്ലാം ഒട്ടിച്ചൊക്കെ തീർത്തോട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ സ്റ്റെമ്മിന് കട്ട് ചെയ്ത് വെച്ച ഒലിവ് ഗ്രീൻ പേപ്പർ തികഞ്ഞില്ല കേട്ടോ. ആക്ച്വലി അത്രയും ആവശ്യം വരില്ല വിചാരിച്ചാൽ പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തതാണേ. ലാസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഐവറി ഷീറ്റിനകത്ത് സ്കെച്ച് പെന്നൊക്കെ തേച്ചെടുക്കേണ്ടി വന്നേ. ഇനി നമുക്ക് പയ്യെ പൂ കെട്ടാൻ തുടങ്ങാം. ഇത് തുടങ്ങിയപ്പോഴാണ് വേറൊരു തമാശ. എനിക്ക് പൂ കെട്ടാൻ അറിയത്തില്ല. എന്നോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെയാണ് ലാസ്റ്റായിട്ട് ഞാൻ മുല്ലപ്പൂ കെട്ടിയത്. എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല, ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ എല്ലാം ഒരു ശ്രമമാണല്ലോ. ആദ്യം ഞാൻ വിചാരിച്ചു നൂല് വെച്ചിട്ട് അതിൽ നമുക്ക് ഗം വെച്ച് ഒട്ടിച്ച് വയ്ക്കാമെന്ന്. ആ അവസ്ഥ വരെ എത്തി. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനത് കെട്ടി ഒപ്പിച്ച് കെട്ടി കഴിഞ്ഞപ്പോഴാണ് ഇതിന് വലിയ വൃത്തിയൊന്നുമില്ലാന്ന് മനസ്സിലായത്. ഞാൻ 2 നൂലൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിച്ച് കെട്ടി ഒപ്പിച്ച്. ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ ഇതിൽ എളുപ്പമായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്കൊക്കെ വന്നതാണ്. പക്ഷേ മാല കെട്ടുന്ന ടൈം ആയപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി. പിന്നെ എല്ലാം ഒരു ഒപ്പിക്കലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഞാൻ കെട്ടി ഒപ്പിച്ച് അത് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഞാനിത് ചെയ്യുന്നത് സേറയ്ക്ക് വേണ്ടിയാണേ. ആൾക്കിത് കണ്ടിട്ട് റിവ്യൂ പറയാനുള്ള പ്രായമാവാത്തതുകൊണ്ട് അവിടെ എന്തും പൊയ്ക്കോളും. ഇത് ആളുടെ തലയിലൊന്ന് ക്ലിപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഈ ഓണത്തിന് അവളുടെ തലയിൽ മുല്ലപ്പ് വയ്ക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. ആൾക്ക് ഇഷ്ടമായില്ല. അവളത് കളിക്കാനാണ് എടുത്തത്. തലയിൽ കുത്താനോ ഒന്ന് കയ്യിൽ പിടിക്കാനോ ഒന്നും അവൾ സമ്മതിക്കുന്നില്ല. അവൾക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അതൊക്കെ ഇട്ട് ആൾ വന്നിരുന്നു. പക്ഷെ തലയിൽ കുത്താൻ സമ്മതിക്കുന്നില്ല.
പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി തലയിലൊക്കെ ഒന്ന് കുത്തി വെച്ച് അവൾ പോലും അറിയാതെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തേ എൻ്റെ ഒരു സന്തോഷത്തിന്.